നമ്മളെ വീട്ടിൽ എത്ര പൊക്കവട ഉണ്ടാക്കിയാലും കടയിൽ നിന്ന് വാങ്ങണ ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലേ. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ഒഴിവാക്കാൻ നല്ലത് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കും ചെയ്യാം. ഇനി ഒരു തണ്ട് മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തോളി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പൊക്കവടക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഞൗടി എടുക്കണം കേട്ടോ. കാരണം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നനവ് വരാവുന്ന രൂപത്തിലൊന്ന് ഇതാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് മാത്രമായിട്ടോ അല്ലെങ്കിൽ മൈദപ്പൊടി മാത്രമായിട്ടോ ഉണ്ടാക്കട്ടോ. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1 കപ്പ് കടലമാവിന് 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ എടുക്കുകയാണ് നല്ലത്. ഇനി ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും കൂടെ ചേർത്തെടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും ചെയ്യും. ഇനിയാണ് ആ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് ദോശമാവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശമാവ് എടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ടുള്ള മാവ് എടുത്തുകൊണ്ട്. അപ്പോൾ ദോശമാവ് എടുക്കുന്ന സമയത്ത് അപ്പം തന്നെ അരച്ചെടുത്ത ദോശമാവ് എടുക്കരുത്. സാധാരണ ഇഡലിയും ദോശക്കൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാവൊക്കെ നന്നായി പൊങ്ങി വന്നതിന് ശേഷം എടുക്കുന്ന ദോശമാവാണ് വേണ്ടത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. ദോശമാവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താണ്. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് ഇതിൽ നിന്ന് പോയതാണ്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ പൊക്കവടക്ക് ഉണ്ടാവുക. ഇനി മാവ് കുറേശ്ശായിട്ട് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടും നല്ല ഇതുപോലെ കൈ കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലത്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് നമ്മളെ പൊക്കവട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പൊക്കവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.